ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഒരൊറ്റ രാത്രി നീളെ മഴ പെയ്താൽ, തോരാതെ മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണെന്ന് കേരളത്തിൽ പലയിടത്തും. ഈ അവസ്ഥ ഈ അടുത്തിടെയായി കണ്ടുവരുന്നു. എന്തുകൊണ്ട്? ഒറ്റ ദിവസത്തെ മഴ കൊണ്ടല്ല പ്രളയമുണ്ടായതും ഈ ഉരുൾപൊട്ടലുണ്ടായതും. അതാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിന്ന് പറയും 5 ദിവസമായി, 4 ദിവസമായി, 3 ദിവസമായി. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഈ ഭൂമിയും. അതിനൊരു തയ്യാറെടുപ്പ് സമയമുണ്ട്. രാവിലെ അങ്ങോട്ട് പെട്ടെന്ന് മഴ വന്ന് പെട്ടെന്ന് അങ്ങ് എടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി പെയ്ത മഴ അത് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ സോയിലിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാം. അവിടെ മറ്റ് തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ മണ്ണിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ചെറിയ മഴകളായതുകൊണ്ട് വലിയ ദുരന്തങ്ങളുണ്ടായിട്ടില്ല. പിന്നെ മൂന്നാറിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായി. എന്തുകൊണ്ട് വാർത്തയായില്ല? കാരണം അത് ആരും മരിച്ചില്ല, അതുകൊണ്ട് അത് വാർത്തയായില്ല. അപ്പോൾ പ്രകൃതിയുടെ ഈ പ്രതിഭാസം കണ്ടിന്യൂസ് ആയി തുടർന്നുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ മഴകൾ വരുമ്പോൾ തന്നെ തയ്യാറെടുക്കും പ്രകൃതി. ഈ തയ്യാറെടുപ്പ് മനസ്സിലാക്കി നമ്മൾ വലിയ മഴ വരുമ്പോഴോ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ, വരുമ്പോഴല്ല വരും എന്ന് മനസ്സിലാക്കുന്ന ചില സൂചനകൾ കിട്ടുമ്പോൾ നമ്മൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് മഴ വന്നത് ഒരു ദിവസം കൊണ്ടുള്ളതാണ് പ്രശ്നമഴയായി, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ വന്ന മഴയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ ചെയ്ത ചെറിയ ചെറിയ മഴകളും നീരൊഴുക്കുമൊക്കെ ഇതിനെ സ്വാധീനിച്ച് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് പെട്ടെന്നൊരു മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടിഞ്ഞിരിക്കുന്ന മണ്ണ് അല്ലെങ്കിൽ ഒലിച്ചു പോകുന്ന മണ്ണ്, ഇങ്ങനെ പിന്നെ മേൽമണ്ണ് പോയ സ്ഥലം, അതുപോലെ തന്നെ മരങ്ങൾ കുറഞ്ഞ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴ വരുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിന് താങ്ങാൻ പറ്റത്തില്ല. മണ്ണിന് താങ്ങാനുള്ള കഴിവ് കുറയുമ്പോൾ അത് ഒലിക്കാൻ തുടങ്ങും. അത് മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നീരൊഴുക്ക് തുടങ്ങുമ്പോൾ അതിന് കൃത്യമായ ഒരു റൂട്ട് കിട്ടിയാൽ ആ റൂട്ടിലേക്ക് ഇത് വച്ച് പിടിക്കും. സ്ലോപ്പുള്ള സ്ഥലത്തേക്ക് വച്ച് പിടിക്കും. അങ്ങനെ ചരിവ് കൂടിയ സ്ഥലത്തേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പൊട്ടിച്ചെടുത്ത് അവന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. റാന്നിയിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ റാന്നിയിലെ വെള്ളപ്പൊക്കം കുറഞ്ഞത് എങ്ങനെയാണ്? ആറന്മുളയിൽ വെള്ളം കയറിയിട്ടാണ്. കാരണം വെള്ളം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വെള്ളത്തിനൊരു സഞ്ചാരവും സഞ്ചാര വഴിയും രീതിയൊക്കെ ഉണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുറേ കൂടി പ്രകൃതിപരമായ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിപരമായ മുന്നൊരുക്കങ്ങൾ, കാലാവസ്ഥാപരമായ മുന്നൊരുക്കങ്ങൾ ഒക്കെ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് ഈ പറയുന്ന മഴയും വെള്ളവും ഒക്കെ. കഴിഞ്ഞ എത്രയോ വർഷം, 2016 മുതൽ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. 16-ലെ വരൾച്ച, വലിയ വരൾച്ചയാണ് 16-ൽ വന്നത്. 17-ലെ ഓഖി, 18-ലെ പ്രളയം, പിന്നെ ഇങ്ങോട്ട് വന്ന ഉരുൾപൊട്ടലുകൾ, പ്രളയം, ഇങ്ങനെ വന്ന് കള്ളാടി ഉരുൾപൊട്ടൽ വരെ, ഇപ്പം നടന്ന കള്ളാടി, കഴിഞ്ഞ മാസം നടന്ന വയനാട് കള്ളാടി ഉരുൾപൊട്ടൽ വരെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു 10 വർഷത്തെ സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിൽ നമ്മൾ കുറേ അധികം ജാഗ്രത ഇനിയും കൊണ്ടുവരാൻ ഫീൽഡ് തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഓടിക്കൂടുകയാണ്. മന്ത്രി വരുന്നു, കളക്ടർ വരുന്നു, MLA വരുന്നു, എല്ലാവരും വരുന്നു, എല്ലാം ചെയ്യുന്നു. അതെല്ലാം വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങൾ, മിനിയാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ മുന്നറിയിപ്പ് കൊടുത്തതിലുള്ള കാര്യങ്ങൾ, ഇന്നലെ ഓറഞ്ച് അലർട്ട് കിടന്ന ഒരു ജില്ലയിലാണ് ഇന്നിപ്പോൾ റെഡ് അലർട്ടിൻ്റെ എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ കാലാവസ്ഥയുടെ പ്രവചനമെന്ന് പറയുന്നത് ഒരു ജില്ലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ജില്ലയിലെ എല്ലാ സ്ഥലത്തും അതേ അളവിൽ മഴ പെയ്തുകൊള്ളണമെന്നില്ല. പല സ്ഥലത്തും പല റേഞ്ചിലായിരിക്കും പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജില്ലയ്ക്കാകെ പ്രിക്കോഷൻ എടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജില്ലയിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള, സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം പ്രിക്കോഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മുന്നൊരുക്കം നമുക്ക് പ്രാദേശിക തലങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എത്ര കണ്ട് നമ്മൾ കേരളം ഒരുങ്ങി എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം. അത് തീർച്ചയായും അത് ചർച്ചയിൽ വരും.